കംപ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഓണം ആര് തൂക്കി ഏത് സിനിമ തൂക്കി? നീ ഏതാണ് കണ്ടത്? ഖലീഫ. ഞാൻ ഇന്ന് പോയി ബദലായം കണ്ടു. അപ്പം ആദ്യം ഞാൻ ഖലീഫയിലെ പറയല്ലേ. ഖലീഫ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ആക്ച്വലി പടത്തിന് പോയത്. അപ്പൊ എക്സ്പെക്ടേഷൻ എനിക്ക് വളരെ കുറവായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ പടം കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ അത്യാവശ്യം നല്ല ക്യാമിയോസ് ഒക്കെ ഉള്ളതുകൊണ്ട് പടം ഓവറോൾ കുഴപ്പമില്ല. ചെറിയ അടിയിടി ഫൈറ്റ് ഒക്കെ ഉണ്ട്, അത്ര തന്നെ. ഓവറോൾ മ്യൂസിക് ഒക്കെ വിഷയം പിന്നെ പറയേണ്ട കാര്യമില്ല. ബാക്കി ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമല്ല, എന്നാലും കുഴപ്പമില്ല. നീ എന്റെ അടുത്ത് നീ മസ്റ്റായിട്ട് കാണണമെന്ന് പറയൂ. മസ്റ്റായിട്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓണത്തിന് എന്റെ അഭിപ്രായത്തിൽ മസ്റ്റായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പറയൂല, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ നിനക്ക് ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ ഒരെണ്ണ ഫാമിലി പടം ആ ടൈപ്പാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ നിനക്ക് മാസ് കാണാൻ താല്പര്യമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും, കാണാം. അതാണ്. അപ്പം എങ്ങനെയുണ്ട് ബദ്ലഹേം കുടുംബം? ബദലായം ഇപ്പം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വന്നോണ്ടിരിക്കണ ബദലായമിനാണ്. ഞാനും അങ്ങനത്തെ ഒരു വലിയ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് പോയത്. പക്ഷെ എനിക്ക് സിനിമ ഒക്കെ കൊള്ളാം, റൊമാൻറ്റിക് കോമഡിയാണ്. എനിക്ക് പറയുന്ന ഭയങ്കരമായിട്ട് പറയുന്നത് അത്രയും തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നല്ല, കിട്ടുന്ന സിനിമ. പക്ഷെ ഈ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇതൊന്നും വിചാരിച്ചോണ്ട് പോവല്ലേ. ഇപ്പൊ നിവിൻ പോളി തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഓണത്തിന് കപ്പടിച്ചിരിക്കണ ബദലായമാണ് തീർച്ചയായിട്ടും. അപ്പൊ നിവിൻ പോളി പല കോമഡികളും വർക്കായിട്ടില്ല എനിക്ക്. എന്റെ അടുത്തിരുന്ന ആൾക്കും ഇങ്ങനെ കോമഡി പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ ആ പുള്ളി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പഴത്തെ ഭയങ്കര ശരിയായിരുന്നു. അത് ഓരോ ഓഡിയൻസിനനുസരിച്ച് ഇപ്പൊ നമ്മള് കണ്ടപ്പോഴും, ഞാൻ കണ്ട സെക്കൻഡ് ഷോ ആണ്, അപ്പൊ ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ ഒരു ഹൗസ്ഫുൾ ആയതും കൂടെ കൊണ്ട് നമുക്ക് ചില ഇമ്പാക്ടുകൾ ഉണ്ടാവുമല്ലോ. സൈലന്റ് ആയിട്ട് കാണുമ്പോ വേറൊരു ഇതായിരിക്കും. ഇപ്പം പ്രേമലു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ല. തീർച്ചയായിട്ടും. അപ്പം പ്രേമലു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഇത് തീർച്ചയായിട്ടും അതിന് മേളിലാണ്, അതിന് താഴെയാണ്. അങ്ങനെ വെച്ചാല് എടാ രണ്ടും ഒരേ ടെംപ്ലേറ്റ് എടുത്തേക്കാണ്. അതിനകത്തെ ക്യാരക്ടേഴ്സ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് പോലെയല്ല, അതേ പിന്നെ എന്താണ് അതിനകത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും. ഒരാൾ പുറത്തുനിന്ന് വരുന്നു, അയാള് ഇൻവോൾവ് ആവുന്നു, റൊമാൻസിൽ കയറുന്നു, അതുപോലെ തന്നെ അവര് ട്രിപ്പിന് പോകുന്നു. എല്ലാം അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കണം ബദലായമില്. ഇപ്പൊ നിവിൻ പോളിയെ നമുക്ക് അറിയാം, ഈ ഒരു റൊമാൻറ്റിക് ചെയ്യാനായിട്ട് പുള്ളിക്ക് ഒരു പ്രത്യേക അത് പെട്ടെന്ന് പറയണം. നമുക്ക് ഇപ്പം സിനിമ കണ്ടോണ്ടിരിക്കുമ്പം നിവിൻ പോളിയെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ കാണാൻ പറ്റും. നമ്മളിങ്ങനെ കണ്ടത് ഇപ്പം സർവമായാലും പോലും അതിനെക്കാട്ടി ഇതിനകത്ത് രസമുണ്ട്. പുള്ളിക്ക് ആ ഒരു ഓറ പഴയ പോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗിരീഷ് ഷെഡിയുടെ സ്ഥിര പരിപാടി ഇത് തന്നെയാണ്. പ്രേമലിൽ വലിയ കഥ എത്തുന്നുള്ളത്. പക്ഷെ എടുത്തേക്കുന്ന രീതിയും കോമഡി ടൈമിങ്ങും കാര്യങ്ങളും തീർച്ചയായിട്ടും. അതേപോലെ ഇപ്പം പറയുന്നുണ്ട്, പഴയ സത്യനന്ദിക്കാട് സിനിമകളുണ്ടല്ലോ, ഈ കുടുംബ പശ്ചാത്തലത്തിൽ കോമഡി രസകരമായിട്ട് അവതരിപ്പിക്കും. അതിപ്പോ ഗിരീഷ് ഷെഡി ഇങ്ങനെ ആ ഒരു ടെംപ്ലേറ്റ് ഇപ്പൊ പിടിച്ചോണ്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ള നമ്മള് സത്യനന്ദിക്കാടിന്റെ മോഹന്റെ സിനിമ കാണുന്ന ആ ഒരു ഫീൽ എല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഗിരീഷ് ഷെഡിയുടെ പ്രേമലു പോലെയോ മറ്റേതുപോലെ അല്ല ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലുള്ളത്. പക്ഷെ നമ്മള് സത്യനന്ദിക്കാടിന്റെ സിനിമ എങ്ങനെ കാണുന്നു അതേ ഫീലിനകത്ത് വന്നിട്ടുണ്ട്. അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിപ്പോ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ടു. തീർച്ചയായിട്ടും. അപ്പം തിരിച്ച് ഖലീഫയിലോട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിന്റെ ഒരു കംബാക്ക് ആണോ എന്നൊക്കെ പലരും അങ്ങനെ അങ്ങനെയൊന്നും അല്ല. ഒരു ഓക്കെയാണ് പടം. ഈ പറഞ്ഞ ഗോൾഡ് സ്മഗ്ലിങ് ഇതൊക്കെ നമ്മൾ മുമ്പേ പടത്തിലൊക്കെ കണ്ട പരിപാടികൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ആയിട്ട് അവരെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമിയോസിന്റെ ആ ഒരു ഇത്, ഒരു ലാലേട്ടന്റെ ഒരു പഴയ പുതിയ ചെറിയ ലുക്കൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ടൊവിനോ ഒരു ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു, അതൊന്നും ഞാൻ പറയണം. ടൊവിനോ ഒരു ഗസ്റ്റ് എൻട്രി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ആ പടത്തിനെ ഒരു കുറച്ചെങ്കിലും പിടിച്ചു നിർത്തുന്നത്. ബാക്കിയെല്ലാം ഈ വൈശാഖിന്റെ ഈ എന്തിനാണ് ഡയറക്ഷൻ പുള്ളി അതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോട്ട് ബൈ ഷോട്ട് ഒക്കെ നോക്കുമ്പോ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മാസ് സിനിമകള് ഈ ഫൈറ്റ് രംഗങ്ങൾ നമ്മൾ കണ്ട് ഇപ്പൊ മടുത്തു തുടങ്ങിയ ഒരു അവസ്ഥയാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ഈ റോബോട്ടിക് ക്യാമറ ഈ പരിപാടികളൊക്കെ നമ്മൾ കുറെ പടത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇപ്പൊ നമുക്ക് ഫൈറ്റ് എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഒരു സാധനം തോന്നണില്ല. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെയാണ് ഖലീഫ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കണ്ടിരിക്കുക, ഒരു മാസ് ഫീലൊക്കെ കിട്ടും. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കൃഷ്ണകുമാർ എന്നല്ലേ പേര്, അല്ല സുരേഷ് കൃഷ്ണ, സോറി അവിടെ സുരേഷ് കൃഷ്ണ പുള്ളിയുടെ റോള് എന്ത് വാദവത്താലും നമ്മൾ ചിരിച്ചു. അങ്ങനത്തെ രീതിക്കാണ് കോമഡികൾ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അവരെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നല്ലേ ഈ ഭാവന സ്റ്റുഡിയോസ്, അതില്
മറ്റേ സുരേഷ് കൃഷ്ണ പുള്ളി വന്നിട്ട് ഒരു സാധനം അവതരിപ്പിച്ചത് കണ്ടായിരുന്നു. ഒരു ദംശരാശ പോലെ ഒരു ഇത് സിനിമ പേര് ചെവിയില് പറഞ്ഞു കൊടുത്തപ്പോ പുള്ളി അത് വാ തുറന്നു പറഞ്ഞ എനിക്ക് അരമാർക്ക് പരിപാടികളുണ്ട്. അത് പടത്തിലുണ്ട്. പിന്നെ മമത വൈജുവിന്റെ പേരെടുത്ത് തന്നെ പറയണം, പുള്ളി നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആദ്യം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഏജ് ഒരു പ്രശ്നമായിരിക്കും എന്ന് തോന്നിയത്, പക്ഷെ സിനിമ കണ്ടപ്പോ അങ്ങനെ തോന്നില്ല. അത് തന്നെയാണ് സിനിമയുടെ ഇഷ്യൂ വരുന്നത്. അവരെ കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് തന്നെ ഖലീഫയിലോട്ട് വരുമ്പോഴും അതിനകത്ത് കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം, കുടുംബ സ്റ്റോറിയൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം, റെഫറൻസുകൾ ഇഷ്ടം പോലെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ മോഹിനിയാട്ട സിനിമയില് പല സിനിമകളുടെ റെഫറൻസ് കണ്ടുകൊണ്ട് പോയല്ലോ, അതുപോലെ തന്നെയാണ് ഇതിനകത്തും. അത് മനസ്സിലാവണവർക്ക് സിനിമ കുറെ കൂടെ കിക്കാവും. അത്യാവശ്യം സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അത് അതന്നെ മറ്റേ അയ്യപ്പ അങ്ങനത്തെ പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണവർക്ക് അങ്ങനത്തെ കോമഡി ഒക്കെ കണക്ട് ആകും. അപ്പൊ നമുക്ക് അവസാനത്തിലോട്ട് വരാം. എന്താണ് ഓണത്തിന് നിങ്ങൾക്ക് ഏത് പടം കാണണം? നമ്മളെ ഒപ്പീനിയനിൽ നിങ്ങളൊരു കുടുംബപരമായി എല്ലാം കൂടെ ഒരു സെലിബ്രേഷൻ മൂഡിൽ ഫാമിലി ആയിട്ട് പോയി കണ്ടിരുന്ന് രസിക്കാൻ പറ്റിയ പടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബത്ലഹേം കാണുക. അതേസമയം നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സോട് കൂടി ഒന്ന് എന്താണ് രാത്രിയൊക്കെ പോയി ഒന്ന് അർമാദിക്കണം എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഖലീഫയ്ക്ക് തന്നെ പോവുക. ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ പുതിയ സിനിമാറ്റിക് കണ്ടന്റുകളുമായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ലൈക്ക്